എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിഷയാണ്. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. നമ്മളിൽ പലരും ശ്രദ്ധിക്കാത്തതും എന്നാൽ നമ്മുടെ ജീവിതത്തെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നതുമായ ഒരു കാര്യമാണത്. നമ്മുടെ കിടപ്പുമുറി. നമ്മുടെ വീടുകളിൽ ഏറ്റവും പ്രിയപ്പെട്ടതും സ്വകാര്യവുമായ ഇടം എന്ന് പറയുന്നത് നമ്മുടെ കിടപ്പുമുറിയാണല്ലേ. ദിവസം മുഴുവൻ നമ്മൾ ചെയ്യുന്ന ജോലികൾ, ഓട്ടപ്പാച്ചിലുകൾ എല്ലാം കഴിഞ്ഞ് നമ്മൾ സമാധാനമായി ഒന്ന് കണ്ണടയ്ക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഈ കിടപ്പുമുറിയിലാണ്. ജീവിതത്തിൻ്റെ വലിയ ഭാഗം നമ്മൾ ഇവിടെയാണ് ചെലവഴിക്കുന്നത്. ഉറങ്ങാനും വിശ്രമിക്കാനും ചിലപ്പോൾ വെറുതെ ഒന്ന് സമാധാനത്തോടെ ഇരിക്കാനും നമ്മൾ ഈ മുറിയെ ആശ്രയിക്കുന്നു. എന്നാൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ കിടപ്പുമുറിക്ക് നമ്മുടെ വികാരങ്ങളിലും മാനസിക ആരോഗ്യത്തിനും എന്തിന് നമ്മുടെ സാമ്പത്തിക ജീവിതത്തിൽ പോലും നേരിട്ടുള്ള സ്വാധീനമുണ്ട്. നമ്മൾ ഉറങ്ങുന്ന ചുറ്റുപാട് നമ്മുടെ ഉറക്കത്തെ മാത്രമല്ല ബാധിക്കുന്നത്. എല്ലാ ദിവസവും നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെയും അത് ബാധിക്കുന്നുണ്ട്. നിങ്ങളുടെ കിടപ്പുമുറിയിൽ കറങ്ങുന്ന ഊർജം നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമ്പത്തിനെ ആകർഷിക്കാനോ അല്ലെങ്കിൽ നേരെ മറിച്ച് സാമ്പത്തിക പ്രശ്നങ്ങളും വിജയമില്ലായ്മയും പോലുള്ള തടസ്സങ്ങൾ സൃഷ്ടിക്കാനോ കാരണമായേക്കാം. ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നമുക്ക് നല്ലൊരു ഊർജം ലഭിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്നാൽ ചിലയിടങ്ങളിൽ ഒരു കാരണവുമില്ലാതെ നമുക്ക് അസ്വസ്ഥതയും തോന്നാറുണ്ട്. ഇതിന് കാരണം ആ സ്ഥലത്തെ ഊർജമാണ്. നമുക്ക് ചുറ്റും സൂക്ഷിക്കുന്ന ഓരോ വസ്തുവിലും അതിൻ്റെതായ ഒരു ഊർജമുണ്ട്. നമ്മൾ ഈ ഒരു ഊർജം കെട്ടിക്കിടക്കാൻ അനുവദിക്കുമ്പോൾ അത് നമ്മുടെ വ്യക്തിപരമായ ഊർജത്തെയും പ്രതികൂലമായി ബാധിക്കും. നമ്മുടെ ശരീരം റീചാർജ് ചെയ്യുന്ന കിടപ്പുമുറിയുടെ കാര്യത്തിൽ ഈ കെട്ടിക്കിടപ്പ് കൂടുതൽ ദോഷകരമാണ്. ആവശ്യമില്ലാത്തതോ ചിതറിക്കിടക്കുന്നതോ ആയ സാധനങ്ങൾ കുമിഞ്ഞുകൂടുമ്പോൾ ഊർജം അവിടെ കെട്ടിക്കിടക്കുകയും ഐശ്വര്യത്തിന്റെ സ്വാഭാവിക ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മുടെ കിടപ്പുമുറി വൃത്തിയാക്കുന്നതും ചില സാധനങ്ങൾ ഒഴിവാക്കുന്നതും സമ്പത്തിന്റെ ഒരു പുതിയ അധ്യായം നമ്മുടെ ജീവിതത്തിൽ തുറക്കുന്നതിനുള്ള ഒരു പ്രധാന താക്കോലാകുന്നത്. ഈ വീഡിയോയിൽ നിങ്ങളുടെ കിടപ്പുമുറിയിൽ നിന്നും ഉടനടി നീക്കം ചെയ്യേണ്ട 9 വസ്തുക്കളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഇവ നീക്കം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ മുറിയെ ഒരു സമൃദ്ധിയുടെ കാന്തമാക്കി മാറ്റാം. ഓരോ രാവിലെയും നിങ്ങൾ ഉണരുമ്പോൾ വിജയവും സന്തോഷവും നിങ്ങളുടെ കൈപ്പടിയിൽ ഉണ്ടെന്നും തോന്നണം. അതിന് ചെറിയ മാറ്റങ്ങൾ മാത്രം മതി. നിങ്ങളുടെ മുറിയിലെ എനർജി ശുദ്ധവും സമനിലയുള്ളതുമായിരിക്കണം. അപ്പോൾ മാത്രമേ നിങ്ങളുടെ വ്യക്തിപരവും തൊഴിൽപരവുമായ ജീവിതത്തിലേക്ക് നല്ല കാര്യങ്ങൾ ആകർഷിക്കപ്പെടൂ. ഇനി നമുക്ക് നിങ്ങളുടെ കിടപ്പുമുറിയിൽ നിന്നും ഉടൻ നീക്കം ചെയ്യേണ്ട ആ 9 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തേതാണ് ഉപയോഗിക്കാത്ത വസ്ത്രങ്ങളും ഷൂസുകളും. നമ്മുടെ അലമാര തുറക്കുമ്പോൾ ഒരുപാട് വസ്ത്രങ്ങൾ കാണും അല്ലേ? പക്ഷെ അതിൽ എത്ര എണ്ണം നമ്മൾ ശരിക്കും ഉപയോഗിക്കുന്നുണ്ട്? മാസങ്ങളോ വർഷങ്ങളോ ആയി നിങ്ങൾ ഉപയോഗിക്കാത്ത വസ്ത്രങ്ങളും ഷൂസുകളും നിങ്ങളുടെ ജീവിതത്തിലെ സമ്പത്തിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന ഏറ്റവും വലിയ വില്ലന്മാരാണ്. ഈ സാധനങ്ങൾ നിങ്ങളുടെ കിടപ്പുമുറിയിൽ സ്ഥലം മാത്രമല്ല എടുക്കുന്നത്, അവ പഴയ കാലത്തെ ഊർജത്തെയും പിടിച്ചു വെക്കുന്നു. ഇത് പുതിയ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതിനെ തടയും. നിങ്ങൾ ഈ പഴയ സാധനങ്ങളെ മുറുകെ പിടിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പഴയ ജീവിതത്തെയും പഴയ ചിന്തകളെയും മുറുകെ പിടിക്കുന്നതിന് തുല്യമാണ്. ഇത് പുതിയതും സമൃദ്ധവുമായ ഒരു പാതയിലേക്ക് നിങ്ങളെ എത്താൻ തടയും. ഇപ്പോൾ നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കൂ. എത്ര തവണ നിങ്ങൾ അലമാര തുറന്ന് ഇതെങ്ങനെ ഇവിടെ വന്നേ എന്ന് ചിന്തിക്കുന്ന വസ്ത്രങ്ങൾ കണ്ടിട്ടുണ്ട്? ഈ അനാവശ്യമായ ശേഖരം നിങ്ങളുടെ ഭൂതകാലത്തോടുള്ള ഒരു തരം ആസക്തി ഉണ്ടാക്കുകയും ദാരിദ്ര്യത്തിന്റെ ഒരു പ്രകമ്പനം സൃഷ്ടിക്കുകയും ചെയ്യും. നിങ്ങൾ ഉപയോഗിക്കാത്ത വസ്ത്രങ്ങളും ഷൂസുകളും സൂക്ഷിക്കുന്നതിലൂടെ പുതിയ അവസരങ്ങൾ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറല്ല എന്ന സന്ദേശമാണ് പ്രപഞ്ചത്തിന് നൽകുന്നത്. ഈ വസ്ത്രങ്ങൾ കൈവശപ്പെടുത്തുന്ന സ്ഥലം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ കാര്യങ്ങളെ ആകർഷിക്കാൻ ഉപയോഗിക്കാവുന്ന അതേ ഇടമാണ്. ഇത് ഭൗതികമായ സമ്പത്താവാം, അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തികമായ ഉന്നമനമാകാം. നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യത്തിനുള്ള വഴി തെളിയിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അലമാര ഒന്ന് നന്നായി വൃത്തിയാക്കേണ്ട സമയമാണിത്. നിങ്ങളുടെ വസ്ത്രങ്ങളും ഷൂസുകളും ഉപേക്ഷിക്കുന്നത് വെറും പഴയ സാധനങ്ങൾ വലിച്ചെറിയുന്ന ഒരു ശാരീരിക പ്രവൃത്തി അല്ലെന്ന് ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നവീകരണ ചക്രം നിങ്ങൾ സൃഷ്ടിക്കുകയാണ്. നിങ്ങൾ സ്വതന്ത്രമാക്കുന്ന ശാരീരിക ഇടം പുതിയ അവസരങ്ങൾക്കായി നിങ്ങൾ മനസ്സിൽ
ഒരുക്കുന്ന ഇടത്തിന്റെ നേരിട്ടുള്ള പ്രതിഫലനമാണ്. അപ്പോൾ ഊർജം കൂടുതൽ സ്വതന്ത്രമായി ഒഴുകാൻ തുടങ്ങുന്നു. സമ്പത്ത് ഒടുവിൽ അതിന്റെ വഴി കണ്ടെത്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തുന്നു. നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതെല്ലാം ധൈര്യമായി ഒഴിവാക്കുക. നിങ്ങളുടെ സാമ്പത്തിക ജീവിതം എങ്ങനെ മെച്ചപ്പെടുന്നുവെന്ന് നോക്കുക. ഇത് വെറുമൊരു അലമാര വൃത്തിയാക്കൽ മാത്രമല്ല, ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വലിയ മാറ്റത്തിനുള്ള തുടക്കമാണ്. ഒരു ദിവസമെടുത്ത് നിങ്ങളുടെ അലമാര പൂർണ്ണമായിട്ടും വൃത്തിയാക്കൂ. ഒരു വർഷമായി ഉപയോഗിക്കാത്ത വസ്ത്രങ്ങൾ ദാനം ചെയ്യുക. ഇതൊരു പക്ഷേ ഒരു ദിവസം ഉപയോഗിക്കാം എന്ന ചിന്തയൊന്നും വേണ്ട കേട്ടോ. നിങ്ങളുടെ മുറിയിൽ ഒഴിഞ്ഞ സ്ഥലം ഉണ്ടാകുമ്പോൾ പുതിയ അവസരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എനർജി സ്വതന്ത്രമായി ഒഴുകും. ഇത് വെറും വൃത്തിയാക്കലല്ല, നിങ്ങളുടെ ജീവിതത്തിന്റെ പരിവർത്തനമാണ്. ഇനി രണ്ടാമത്തേതാണ് കേടായതോ ഉപയോഗിക്കാത്തതോ ആയ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ. നമ്മുടെ കിടപ്പുമുറിയിലെ സമ്പത്തിനെ തടയുന്ന മറ്റൊരു പ്രധാന വില്ലൻ അത് കേടായതോ ഉപയോഗിക്കാത്തതോ ആയ ഇലക്ട്രോണിക് ഉപകരണങ്ങളാണ്. നമ്മളിൽ പലരും കേടായതോ ഉപയോഗിക്കാത്തതോ ആയ മൊബൈൽ ഫോണുകൾ, പഴയ ലാപ്ടോപ്പുകൾ, കേടായ ഹെഡ്ഫോണുകൾ ഇവയൊക്കെ മുറിയിൽ സൂക്ഷിക്കാറുണ്ടല്ലേ. എന്നാൽ അവ കെട്ടിക്കിടക്കുന്നതും നെഗറ്റീവ് ഊർജത്തിന്റെ ഒരു വലിയ ഉറവിടമാണെന്ന് നിങ്ങൾക്കറിയാവോ? ഈ സാധനങ്ങൾ, പ്രത്യേകിച്ച് അവ കേടായതോ ഉപയോഗിക്കാത്തതോ ആണെങ്കിൽ, വെറുതെ സ്ഥലമെടുക്കുക മാത്രമല്ല ചെയ്യുന്നത്. സമ്പത്ത് നിങ്ങളുടെ കിടപ്പുമുറിയിലേക്ക് പ്രവേശിക്കാൻ ആവശ്യമായ ഊർജ പ്രവാഹത്തെ അവ തടസ്സപ്പെടുത്തുന്നു. ഈ കെട്ടിക്കിടക്കുന്ന ഊർജം നിങ്ങളുടെ സാമ്പത്തികവും വൈകാരികവുമായ ജീവിതത്തെ നേരിട്ട് ബാധിക്കും. ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ കിടപ്പുമുറിയിലെ ഡ്രോയറുകളിലോ മേശകളിലോ എത്ര ഇലക്ട്രോണിക് ഉപകരണങ്ങളാണ് നിങ്ങൾ നന്നാക്കാനോ അല്ലെങ്കിൽ വലിച്ചെറിയാനോ വേണ്ടി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? നിങ്ങളുടെ ഈ സ്വകാര്യ സ്ഥലത്ത് ഈ വസ്തുക്കൾ സൂക്ഷിക്കുന്നതിലൂടെ നിങ്ങൾ നല്ല ഊർജത്തിന്റെ ഒഴുക്കിനെ തടയുകയും അതുവഴി സമ്പത്തിനെയും തടയുകയും ചെയ്യുന്നു. കൂടാതെ കേടായ ഇലക്ട്രോണിക് സാധനങ്ങൾ നമ്മുടെ ജീവിതത്തിലെ പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അവ കെട്ടിക്കിടക്കുന്നതും പരിഹരിക്കപ്പെടാത്തതുമായ സാഹചര്യങ്ങളെ പ്രതീകപ്പെടുത്തുന്നു. ഇത് നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ നേരിട്ട് പ്രതിഫലിക്കാം. അവിടെ കാര്യങ്ങൾ വിചാരിച്ച പോലെ മുന്നോട്ട് പോകുന്നില്ലെന്ന് നിങ്ങൾക്ക് തോന്നാം. കേടായതോ ഉപയോഗിക്കാത്തതോ ആയ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നീക്കം ചെയ്യുന്നത് പുതിയ അവസരങ്ങളിലേക്ക് ഒരു വാതിൽ തുറക്കുന്നതിന് തുല്യമാണ്. ഈ വസ്തുക്കൾ ഒഴിവാക്കുന്നതിലൂടെ നിങ്ങളുടെ കിടപ്പുമുറിയെ അതിൻ്റെ പ്രാഥമിക ധർമ്മത്തിലേക്ക്, വിശ്രമത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്ഥലം മടക്കിക്കൊണ്ടുവരാൻ നിങ്ങൾ അനുവദിക്കുന്നു. നിങ്ങളുടെ ഇടം യോജിപ്പിലായിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം ആ നല്ല ഊർജവുമായി യോജിക്കാൻ തുടങ്ങുന്നു. ഇത് സാമ്പത്തിക അവസരങ്ങളെയും സമൃദ്ധിയുടെ ഒരു നല്ല അനുഭവത്തെയും ആകർഷിക്കും. ഇനി മൂന്നാമത്തേതാണ് പഴയ പേപ്പറുകളും രേഖകളും. നമ്മുടെ കിടപ്പുമുറിയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കുന്ന മറ്റൊരു കാര്യമാണ് പഴയ പേപ്പറുകളും രേഖകളും കുമിഞ്ഞുകൂടുന്നത്. എത്രമാത്രം പേപ്പറുകൾ, പഴയ ബില്ലുകൾ, രേഖകൾ എന്നിവ നമ്മൾ കിടപ്പുമുറിയിൽ ശേഖരിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ സാധനങ്ങൾ, പ്രത്യേകിച്ച് അവ ചിതറിക്കിടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഉദ്ദേശവുമില്ലാതെ സൂക്ഷിക്കുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഊർജ തടസ്സങ്ങളിൽ ഒന്നാണ്. അവ മാനസികവും ശാരീരികവുമായ അഴുക്കിനെ പ്രതിനിധീകരിക്കുന്നു. ശ്രദ്ധിക്കാതെ വിടുമ്പോൾ അവ ക്രമരഹിതമായ ഒരു നെഗറ്റീവ് ഊർജം ആകർഷിക്കാൻ തുടങ്ങുന്നു. ഇത് നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിലും അവസരങ്ങളിലും നേരിട്ട് പ്രതിഫലിക്കും. ഈ പേപ്പറുകളുടെ അമിത ശേഖരം പഴയ വിവരങ്ങൾ നിറഞ്ഞൊരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. ഇത് പുതിയ കാര്യങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇടം നൽകുന്നതിനെ തടയുന്നു. അവസാനമായി എപ്പോഴാണ് ഒരു കൂട്ടം ചിതറിക്കിടക്കുന്ന പേപ്പറുകൾക്കിടയിൽ നിന്ന് ഒരു പ്രധാന രേഖ കണ്ടെത്താൻ നിങ്ങൾ ശ്രമിച്ചത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് വലിയ നിരാശ തോന്നിയിട്ടുണ്ടാവും അല്ലേ? ആ ബാഹ്യമായ ചിതറിക്കിടപ്പ് നിങ്ങളുടെ ആന്തരിക അവസ്ഥയെയും സമ്പത്തിനെ ആകർഷിക്കാനുള്ള നിങ്ങളുടെ കഴിവിനെയും നേരിട്ട് ബാധിക്കുന്നു. ശാരീരികമായ ആശയക്കുഴപ്പം മാനസികമായ ആശയക്കുഴപ്പത്തിന് കാരണമാകുന്നു. ഇത് നിങ്ങൾക്ക് ശ്രദ്ധ നഷ്ടപ്പെടുന്നതിനും അവസരങ്ങൾ നഷ്ടപ്പെടുന്നതിനും ഇടയാക്കും. നിങ്ങൾ കിടപ്പുമുറിയിൽ പഴയതും ഉപയോഗമില്ലാത്തതുമായ രേഖകൾ സൂക്ഷിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഭൂതകാലത്തിൽ കുടുങ്ങിക്കിടക്കുന്നു. പുതിയ സാധ്യതകൾക്ക് അത് തുറക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ പേപ്പറുകൾ വൃത്തിയാക്കുക, ആവശ്യമില്ലാത്തത് ഒഴിവാക്കുക, സൂക്ഷിക്കേണ്ടവ ക്രമീകരിക്കുക.
ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ സാമ്പത്തിക ജീവിതം കൂടുതൽ വ്യക്തമാകുന്നതായി നിങ്ങൾ ശ്രദ്ധിക്കും. പഴയതും അനാവശ്യവുമായ കാര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ഊർജം കൂടുതൽ സ്വതന്ത്രമായി ഒഴുകാൻ തുടങ്ങും. പുതിയ വളർച്ചയ്ക്കും സമ്പത്തിനും അവസരങ്ങൾ ഉണ്ടാക്കും. നിങ്ങളുടെ പേപ്പറുകൾ ക്രമീകരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെ ഒരിക്കലും കുറച്ചു കാണരുത്. ഇനി 4-ാമത്തേതാണ് കേടായതോ പഴകിയതോ ആയ ഫർണിച്ചറുകൾ. നമ്മുടെ വീട്ടിലെ ഫർണിച്ചറുകൾക്ക് നല്ല പ്രാധാന്യമുണ്ടല്ലേ? എന്നാൽ കേടായതോ തേയ്മാനം വന്നതോ ആയ ഫർണിച്ചറുകൾ വെറും ഒരു ഭംഗിയുടെ പ്രശ്നമല്ല. അവ തേയ്മാനത്തിന്റെയും ജീർണതയുടെയും ഊർജം വഹിക്കുന്നു. അതേ ഊർജം നിങ്ങളുടെ ജീവിതത്തിലും പ്രതിഫലിക്കുന്നു. നിങ്ങളുടെ കിടപ്പുമുറിയിൽ കേടായ ഫർണിച്ചറുകൾ സൂക്ഷിക്കുമ്പോൾ നിങ്ങൾ ജീർണതയും പുതുമയുടെ അഭാവവും അംഗീകരിക്കുന്ന ഒരു സന്ദേശമാണ് പ്രപഞ്ചത്തിന് നൽകുന്നത്. ഇത് നിങ്ങളുടെ സമ്പത്തിനെ ആകർഷിക്കാനുള്ള കഴിവിനെ നേരിട്ട് ബാധിക്കുന്നു. അപ്പോൾ ആ കേടായ കസേരയെക്കുറിച്ചോ അല്ലെങ്കിൽ വളരെ നാളായി മാറ്റി സ്ഥാപിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ പഴയ കട്ടിലിനെ കുറിച്ചോ ചിന്തിക്കുക. അത് നിങ്ങൾ കാണുമ്പോഴോ അതുമായി ഇടപഴകുമ്പോഴോ അറിയാതെ ആണെങ്കിൽ പോലും ആ വസ്തുവിന്റെ നെഗറ്റീവ് ഊർജം ശക്തിപ്പെടുന്നു. ഇത് നിങ്ങളുടെ കിടപ്പുമുറിയിലെ അന്തരീക്ഷത്തെ മാത്രമല്ല, നിങ്ങളുടെ ചിന്താഗതിയെയും ദോഷമായി ബാധിക്കുന്നു. നിങ്ങൾ അർഹിക്കുന്നതിലും കുറഞ്ഞത് അംഗീകരിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നു. ഈ ഫർണിച്ചറുകൾ മാറ്റി സ്ഥാപിക്കുകയോ നന്നാക്കുകയോ ചെയ്യുന്നത് മുറിയുടെ ഊർജം പുതുക്കുന്നതിനുള്ള ഒരു ശക്തമായ പ്രവൃത്തിയാണ്. തേയ്മാനം വന്ന ഫർണിച്ചറുകൾ മാറ്റി സ്ഥാപിക്കുന്നത് പോലുള്ള ചെറിയ മാറ്റങ്ങൾ നിങ്ങളുടെ സമ്പത്തിനെയും വൈകാരികമായ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്കും വഴിയൊരുക്കും. നിങ്ങളുടെ ഈ ഇടം പുതുക്കുന്നതിലൂടെ നിങ്ങൾ സമ്പത്തിലേക്കുള്ള വാതിലുകൾ തുറക്കുകയാണ്. 5-ാമത്തേതാണ് ഉണങ്ങിയതോ വാടിയതോ ആയ ചെടികൾ അല്ലെങ്കിൽ കൃത്രിമമായ ചെടികൾ. ഈ സസ്യങ്ങൾ ജീവന്റെയും വളർച്ചയുടെയും പ്രതീകങ്ങളാണ്, അല്ലേ? ഒരു വീടിന് പച്ചപ്പ് എത്ര പ്രധാനമാണെന്നൊക്കെ നമുക്കറിയാം. എന്നാൽ അവ ഉണങ്ങിയതോ വാടിയതോ അല്ലെങ്കിൽ കൃത്രിമമോ ആണെങ്കിൽ നിങ്ങളുടെ കിടപ്പുമുറിയിൽ അവയ്ക്ക് വിപരീത ഫലമായിരിക്കും ഉണ്ടാകുക. വാടിപ്പോയ സസ്യങ്ങൾ ജീർണതയിലേക്കും പ്രതിനിധീകരിക്കുന്നു. അതേസമയം കൃത്രിമ സസ്യങ്ങൾ ഒറ്റ നോട്ടത്തിൽ നിരുപദ്രവകാരിയാണെങ്കിൽ പോലും യഥാർത്ഥ സസ്യങ്ങൾ നൽകുന്ന ജീവന്റെ ഊർജം അത് നൽകുന്നില്ല. ഈ സാധനങ്ങൾ നിങ്ങളുടെ കിടപ്പുമുറിയിൽ സൂക്ഷിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ നല്ല ഊർജത്തിന്റെയും സമ്പത്തിന്റെയും ഒഴുക്കിനെ തടസ്സപ്പെടുത്താം. ഒരു വാടിയ ചെടിയോ അല്ലെങ്കിൽ പൊടി പിടിച്ച ഒരു പ്ലാസ്റ്റിക് പൂവിനെയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തു തോന്നുന്നു എന്ന് ചിന്തിക്കുക. ആ കാഴ്ച നമ്മൾ അറിയാതെയാണെങ്കിൽ പോലും നമ്മുടെ മാനസികാവസ്ഥയെയും സമ്പത്തിനെയും കുറിച്ചുള്ള നമ്മുടെ ധാരണയെയും ബാധിക്കുന്നു. വാടിയ സസ്യങ്ങൾ നഷ്ടപ്പെട്ട അവസരങ്ങളെയും ഉപേക്ഷിക്കപ്പെട്ട പ്രോജക്റ്റുകളെയും പ്രതിനിധീകരിക്കുന്നു. അതേസമയം കൃത്രിമമായിട്ടുള്ള ചെടികൾ യഥാർത്ഥ ഊർജമില്ലാതെ ഒരു വ്യാജ വളർച്ചയെ പ്രതിനിധീകരിക്കുന്നു. ഈ ചെടികളെ ഉടനെ തന്നെ നീക്കം ചെയ്യുക. എന്നിട്ട് സാധിക്കുമെങ്കിൽ ജീവനുള്ള ആരോഗ്യകരമായ സസ്യങ്ങൾ വെക്കുക. ചെറിയ ലക്കി ബാംബു പോലെയുള്ളതോ അല്ലെങ്കിൽ സ്നേക്ക് പ്ലാന്റുകളോ ഒക്കെ കിടപ്പുമുറിക്ക് അനുയോജ്യമാണ്. ഇനി ചെടികളെ പരിപാലിക്കാൻ നിങ്ങൾക്ക് സമയമോ അതിനെക്കുറിച്ച് അത്ര അറിവോ ഇല്ലെങ്കിൽ ആ സ്ഥലം ഒഴിഞ്ഞു കിടക്കുന്നത് തന്നെയാണ് നല്ലത്. ജീവൻ നൽകാത്ത ഒന്നിന്റെ സാന്നിധ്യത്തെക്കാൾ അതിന്റെ അഭാവം തന്നെയാണ് നല്ലത്. ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ അവസരങ്ങൾക്കും യഥാർത്ഥ വളർച്ചയ്ക്കും സാമ്പത്തികമായും വ്യക്തിപരമായും നിങ്ങൾ ഇടം നൽകുകയാണ്. ഇനി 6-ാമത്തേതാണ് കേടായതോ തെറ്റായി സ്ഥാപിച്ചതോ ആയ കണ്ണാടികൾ. ഒരു മുറിയുടെ ഊർജത്തിൽ കണ്ണാടികൾക്ക് ഒരു പ്രധാന പങ്കുണ്ടല്ലേ? എന്നാൽ കിടപ്പുമുറിയിൽ അവ കേടായതോ പൊട്ടിയതോ അല്ലെങ്കിൽ തെറ്റായി സ്ഥാപിച്ചതോ ആണെങ്കിൽ അവ ഗുരുതരമായ ഊർജ പ്രശ്നങ്ങൾക്ക് കാരണമാകും. ഈ തകർന്ന കണ്ണാടി പല സംസ്കാരങ്ങളിലും ഒരു ദുശകുനമായിട്ടാണ് കണക്കാക്കുന്നത്. ഇതുമാത്രമല്ല, അത് ഛിന്ന ഭിന്നമായ ഊർജത്തെ പ്രതിഫലിപ്പിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളെയും മൊത്തത്തിലുള്ള ക്ഷേമത്തെയും പ്രതികൂലമായി ബാധിക്കും. നിങ്ങളുടെ കിടപ്പുമുറിയിലെ കണ്ണാടികൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഏതെങ്കിലും പൊട്ടിയതാണോ അല്ലെങ്കിൽ കട്ടിലിനെയോ വാതിലിനെയോ പ്രതിഫലിക്കുന്ന രീതിയിൽ ആണോ വെച്ചിരിക്കുന്നത്? പൊട്ടിയ കണ്ണാടികൾ ഊർജത്തെ ചിതറിക്കളയുകയും അതേസമയം കട്ടിലിനെ പ്രതിഫലിപ്പിക്കുന്ന കണ്ണാടികൾ നിങ്ങളുടെ ഉറക്കത്തെ തടസ്സപ്പെടുത്തുകയും നിങ്ങളുടെ ഊർജം ചോർത്തിക്കളയുകയും ചെയ്യും. അതുപോലെ വാതിലിന് നേരെ ഒരു കണ്ണാടി വയ്ക്കുന്നത്
നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന അവസരങ്ങളെ പുറത്തേക്ക് തള്ളിവിടാൻ ഇടയാക്കും. ഇത് സമ്പത്ത് നിങ്ങളുടെ വീട്ടിൽ ഉറയ്ക്കുന്നതിനെ തടയും. പൊട്ടിയ കണ്ണാടികൾ ഉടനെ തന്നെ നീക്കം ചെയ്യുക. മറ്റ് കണ്ണാടികളുടെ സ്ഥാനം ഒന്ന് പരിശോധിക്കുക. ശരിയായ സ്ഥലത്ത് വെച്ചൊരു കണ്ണാടിക്ക് നല്ല ഊർജം വർദ്ധിപ്പിക്കാനും മുറിയുടെ വലിപ്പം വർദ്ധിപ്പിക്കാനും സമ്പത്തിന്റെ അന്തരീക്ഷത്തിന് സംഭാവന നൽകാനും കഴിയും. നിങ്ങളുടെ കിടപ്പുമുറിയിലെ ഒരു ചെറിയ മാറ്റം വരുത്തുന്നതിലൂടെ സമ്പത്തിനെ ചിതറിക്കിടക്കുന്നതിന് പകരം അത് പ്രതിഫലിപ്പിക്കുകയും ആകർഷിപ്പിക്കുകയും ചെയ്യുന്ന ഒരു നല്ല അന്തരീക്ഷം നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ സാധിക്കും. ഇനി 7-ാമത്തേതാണ് നെഗറ്റീവ് ഓർമ്മകളുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ. നിങ്ങൾ ഉടൻ ഒഴിവാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുവാണ് നെഗറ്റീവ് ഓർമ്മകളുമായി ബന്ധപ്പെട്ട എന്തും. പലപ്പോഴും വിഷമകരമായ നിമിഷങ്ങളെ അല്ലെങ്കിൽ അവസാനിച്ച ബന്ധങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ചില വസ്തുക്കൾ നമ്മൾ സൂക്ഷിക്കാറുണ്ട്. അവ വെറും നിരുപദ്രവകരമായ ഓർമ്മകളാണെന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. എന്നിരുന്നാലും ഈ സാധനങ്ങൾ വളരെ ഭാരമുള്ള നെഗറ്റീവ് ഊർജം വഹിക്കുന്നു. നിങ്ങളുടെ ഏറ്റവും സ്വകാര്യമായ സ്ഥലത്ത് അവ ഈ നെഗറ്റീവ് അനുഭവങ്ങളെ കെട്ടിക്കിടത്തുകയും പുതിയതും നല്ലതുമായ ഊർജങ്ങളുടെ ഒഴുക്കിനെ തടയുകയും ചെയ്യും. ഒരു നിമിഷം സത്യസന്ധമായി ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ കിടപ്പുമുറിയിൽ നോക്കുമ്പോൾ സങ്കടം, ദേഷ്യം എന്നിവയുണ്ടാക്കുന്ന വസ്തുക്കൾ എന്തെങ്കിലും ഉണ്ടോ? അത് ഒരു മുൻ കാമുകിയുടെ അല്ലെങ്കിൽ കാമുകന്റെ ഫോട്ടോയാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വഴക്കുണ്ടായ ഒരാളിൽ നിന്നുള്ള സമ്മാനമാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വിഷമകരമായ കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു വസ്തുവാകാം. ഈ വസ്തുക്കൾ ഊർജപരമായി നിങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരുതരം കെണിയായി പ്രവർത്തിക്കുന്നു. നിങ്ങളെ ഭൂതകാലത്തിൽ കുടുക്കിയിടുകയും സന്തോഷത്തിനും ഐശ്വര്യത്തിനും പുതിയ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതിനെ തടയുകയും ചെയ്യും. ഈ വസ്തുക്കളെ അവ നൽകിയ പാഠങ്ങൾക്ക് നന്ദി പറഞ്ഞ് ഉപേക്ഷിക്കുക. ഈ സാധനങ്ങൾ നീക്കം ചെയ്യുന്നതിലൂടെ നിങ്ങൾ ഭൂതകാലത്തെ മായ്ച്ചു കളയുക മാത്രമല്ല, മറിച്ച് പുതിയ കാര്യങ്ങൾക്കായി നിങ്ങളുടെ ജീവിതത്തിൽ ഇടമുണ്ടാക്കുകയാണ്. ഈ പ്രവൃത്തി മുന്നോട്ടു പോകാനും പ്രപഞ്ചം നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ള അനുഗ്രഹങ്ങൾ സ്വീകരിക്കാനും നിങ്ങൾ തയ്യാറാണെന്നതിൻ്റെ ഒരു ശാന്തമായ പ്രതീകമാണ്. നിങ്ങളുടെ കിടപ്പുമുറി സമാധാനത്തിൻ്റെയും സാധ്യതകളുടെയും ഒരു സ്വർഗമായി മാറും. ഭൂതകാലത്തിൻ്റെ നിഴലുകളിൽ നിന്ന് പൂർണ്ണമായും മുക്തമാകും. ഇനി 8-ാമത്തേതാണ് നിലച്ചതോ തകരാറിലായതോ ആയ ക്ലോക്കുകൾ. നിങ്ങളുടെ കിടപ്പുമുറിയിലെ നിലച്ചതോ തകരാറിലായതോ ആയ ക്ലോക്ക് വെറും ഒരു കേടായ അലങ്കാര വസ്തുവിനപ്പുറമാണ്. അത് സ്തംഭനത്തെയും സമയം നിങ്ങളുടെ കൂടെ ഇല്ല എന്ന തോന്നലിനെയും പ്രതിനിധീകരിക്കുന്നു. സമ്പത്തിന്റെ കാര്യത്തിൽ പ്രവർത്തിക്കാത്ത ക്ലോക്ക് നഷ്ടപ്പെട്ട അവസരങ്ങളെയും ജീവിതത്തിൽ മുന്നോട്ടു പോകാനുള്ള കഴിവില്ലായ്മയും പ്രതിനിധീകരിക്കുന്നു. ഓരോ ദിവസവും ഒരു നിലച്ച ക്ലോക്ക് നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് എന്ത് സന്ദേശമാണ് അയക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് നിങ്ങൾ ഒരു നിമിഷത്തിൽ കുടുങ്ങിക്കിടക്കുന്നു, മുന്നോട്ടു പോകാൻ കഴിയുന്നില്ല എന്ന് സൂചിപ്പിക്കുന്നു. ഇത് ജീവിതത്തിൽ എപ്പോഴും വൈകുന്നതായി തോന്നിക്കുന്നതോ അവസരങ്ങൾ നഷ്ടപ്പെടുന്നതോ അല്ലെങ്കിൽ വിജയം എപ്പോഴും കയ്യെത്തും ദൂരത്താണെന്ന് തോന്നുന്നതിനെയോ ഇടയാക്കും. അതുപോലെ വേഗത്തിലോ സാവധാനത്തിലോ ഓടുന്ന ക്ലോക്കും ജീവിതത്തിന്റെ സ്വാഭാവിക ഒഴുക്കുമായി ഒരു പൊരുത്തക്കേടുണ്ടാക്കും. ഈ ക്ലോക്കുകൾ ഉടൻ നീക്കം ചെയ്യുകയോ നന്നാക്കുകയോ ചെയ്യുക. കിടപ്പുമുറിയിൽ ഒരു ക്ലോക്ക് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. കൃത്യമായി പ്രവർത്തിക്കുന്ന ഒരു ക്ലോക്ക് പോസിറ്റീവ് ചലനത്തെ പ്രതീകപ്പെടുത്തുന്നു. ഓരോ നിമിഷവും വളർച്ചയ്ക്കും സമ്പത്തിനും ഒരു വലിയ അവസരമാണെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ ചുറ്റുപാടിനെ സമയത്തിന്റെ ശരിയായ ഒഴുക്കുമായി സമന്വയിപ്പിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തെ സമ്പത്തിന്റെയും വിജയത്തിന്റെയും താളവുമായി നിങ്ങൾ യോജിപ്പിക്കുകയാണ്. ഇനി 9-ാമത്തേതാണ് ദുശീലങ്ങളുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ. അവസാനമായി, എന്നാൽ തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണിത്. നമ്മുടെ മോശം ശീലങ്ങളുമായി ബന്ധപ്പെട്ട വസ്തുക്കളാണിവ. നിങ്ങളുടെ കിടപ്പുമുറിയിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ മോശം ശീലങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതോ ആയ വസ്തുക്കൾ നിങ്ങളുടെ സമ്പത്തിന്റെയും ക്ഷേമത്തിന്റെയും ശക്തമായ തടസ്സങ്ങളാകാം. ഈ സാധനങ്ങൾ നിങ്ങളുടെ കിടപ്പുമുറിയിൽ വെറും സ്ഥലം എടുക്കുക മാത്രമല്ല ചെയ്യുന്നത്, അവ ഒരു നെഗറ്റീവ് ഊർജം വഹിക്കുന്നു. ഇത് ആരോഗ്യകരവും കൂടുതൽ സമൃദ്ധവുമായ ജീവിതത്തിനായിട്ടുള്ള നിങ്ങളുടെ ശ്രമങ്ങളെ നശിപ്പിക്കുകയും ചെയ്യും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു ചിന്തിക്കുക. നിങ്ങളുടെ കയ്യിൽ ഒഴിഞ്ഞ സിഗരറ്റ് പാക്കുകൾ, മദ്യക്കുപ്പികൾ, ഫാസ്റ്റ് ഫുഡ് പാത്രങ്ങൾ,
അല്ലെങ്കിൽ നിങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ഒരു ശീലത്തെ പ്രതിനിധീകരിക്കുന്ന മറ്റെന്തെങ്കിലും ഉണ്ടോ? ഈ സാധനങ്ങൾ ഒരുതരം കെണിയായി പ്രവർത്തിക്കുന്നു. നിങ്ങളെ അനാവശ്യമായ പെരുമാറ്റങ്ങളുമായി ബന്ധിപ്പിക്കുന്നു. ഇത് നിങ്ങളുടെ വ്യക്തിപരവും സാമ്പത്തികവുമായ വളർച്ചയെ തടയും. നിങ്ങൾ അവയെ കാണുമ്പോഴെല്ലാം അറിയാതെയാണെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സിൽ ഈ നെഗറ്റീവ് പാറ്റേണുകൾ ഉറപ്പിക്കുന്നു. ഈ വസ്തുക്കൾ നിങ്ങളുടെ കിടപ്പുമുറിയിൽ നിന്നും നീക്കം ചെയ്യുന്നത് ആത്മാഭിമാനത്തിന്റെ ഒരു പ്രവൃത്തിയും കൂടുതൽ സന്തുലിതവും സമൃദ്ധവുമായ ജീവിതത്തിലേക്കുള്ള ഒരു പ്രധാന ചുവടുവെപ്പുമാണ്. ഈ സാധനങ്ങൾക്ക് പകരം നിങ്ങളുടെ ആരോഗ്യക്ഷേമ ലക്ഷ്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന നല്ല വസ്തുക്കൾ വെക്കുക. ഒരു മനോഹരമായ വാട്ടർ ബോട്ടിൽ, ഒരു പ്രചോദനം നൽകുന്ന പുസ്തകം, അല്ലെങ്കിൽ ഒരു നല്ല ചെടി എന്നിവയൊക്കെ ഉദാഹരണങ്ങളാണ്. ഈ മാറ്റം നിങ്ങളുടെ കിടപ്പുമുറിയിലെ ഊർജത്തെ മാറ്റുക മാത്രമല്ല, കൂടുതൽ നല്ലതും സമൃദ്ധവും ജീവിതത്തിലേക്കുള്ള നിങ്ങളുടെ യാത്രയെ പിന്തുണയ്ക്കുകയും ചെയ്യും. അങ്ങനെ നമ്മൾ നമ്മുടെ കിടപ്പുമുറിയിലെ സമ്പത്തിനെ തടസ്സപ്പെടുത്തുന്ന എല്ലാ സാധനങ്ങളും നീക്കം ചെയ്തു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ കിടപ്പുമുറിയെ ഐശ്വര്യത്തിന്റെ ഒരു യഥാർത്ഥ കാന്തമാക്കി മാറ്റേണ്ട സമയമാണ്. നിങ്ങൾ വരുത്തുന്ന ഓരോ ചെറിയ മാറ്റവും കൂടുതൽ സമൃദ്ധവും സന്തോഷകരവുമായ ജീവിതത്തിലേക്കുള്ള ഒരു വലിയ ചുവടുവെപ്പാണ്. നിങ്ങളുടെ കിടപ്പുമുറിയിലെ നിറങ്ങൾക്കും സമ്പത്തിനെ ആകർഷിക്കുന്നതിൽ ഒരു പ്രധാന പങ്കുണ്ട്. വളർച്ചയെ പ്രതിനിധീകരിക്കുന്ന പച്ച നിറങ്ങളും സമ്പത്തിനെയും വിജയത്തെയും പ്രതിനിധീകരിക്കുന്ന സ്വർണ്ണ നിറങ്ങളും നിങ്ങളുടെ കിടപ്പുമുറിയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇത് തലയിണകൾ, കർട്ടനുകൾ അല്ലെങ്കിൽ ചുവരിലെ ചിത്രങ്ങൾ പോലുള്ള അലങ്കാര വസ്തുക്കളിലൂടെ ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ സ്ഥലത്തിന്റെ ശുചിത്വവും ക്രമീകരണവും ഒരുപോലെ പ്രധാനമാണ്. കിടപ്പുമുറി വൃത്തിയാക്കുന്നത് ഒരു പ്രതിവാര ആചാരമാക്കുന്നത് വെറും പൊടി നീക്കം ചെയ്യുക മാത്രമല്ല, കെട്ടിക്കിടക്കുന്ന ഊർജങ്ങളെ ശുദ്ധമാക്കുക കൂടിയാണ്. നിങ്ങൾ നിങ്ങളുടെ മുറി ക്രമീകരിക്കുകയും വൃത്തിയാക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ അവസരങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ഇടമുണ്ടാകുകയാണെന്ന് മനസ്സിൽ വിശ്വസിക്കുക. ഒരു ക്രമീകരിച്ച കിടപ്പുമുറി ചിട്ടയായ ഒരു മനസ്സിനെ പ്രതിഫലിപ്പിക്കുന്നു. അത് പ്രപഞ്ചം നൽകുന്ന അവസരങ്ങൾ സ്വീകരിക്കാനും പ്രയോജനപ്പെടുത്താനും തയ്യാറാണ്. അങ്ങനെ നമ്മൾ ഈ വീഡിയോയുടെ അവസാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. നമ്മൾ സൂചിപ്പിച്ച 9 വസ്തുക്കൾ നീക്കം ചെയ്യുന്നതിനെ കുറിച്ചാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. നിങ്ങൾ നീക്കം ചെയ്യുന്ന ഓരോ വസ്തുവും വെറും ഒരു ഭൗതിക വസ്തുവല്ല, മറിച്ച് നിങ്ങളുടെ സമ്പത്തിനെ തടസ്സപ്പെടുത്തുന്ന കെട്ടിക്കിടക്കുന്ന ഊർജത്തിന്റെ ഒരു പ്രതീകമാണെന്ന് ഓർക്കുക. ഇപ്പോൾ പ്രവർത്തിക്കേണ്ട സമയമാണ്. ഇത് ആരംഭിക്കാൻ നാളെ വരെ കാത്തിരിക്കരുത്. ഈ വീഡിയോ അവസാനിച്ച ഉടൻ ഈ പട്ടികയിലെ 9 ഇനങ്ങളിൽ ഒന്ന് തിരഞ്ഞെടുത്ത് നിങ്ങളുടെ കിടപ്പുമുറിയിൽ നിന്നും അത് നീക്കം ചെയ്യാൻ തുടങ്ങുക. നിങ്ങൾക്ക് സമ്പത്തും ഐശ്വര്യവും നിറഞ്ഞൊരു ജീവിതം അർഹിക്കുന്നുണ്ടെന്ന് ഓർക്കുക. ഈ അവിശ്വസനീയമായ യാത്രയുടെ ആരംഭ പോയിന്റാണ് നിങ്ങളുടെ കിടപ്പുമുറി. നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കുക. നിങ്ങളുടെ ഇടം ശ്രദ്ധിക്കുക. പ്രപഞ്ചം അപ്രതീക്ഷിത അനുഗ്രഹങ്ങളോടെ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നോക്കുക. ഈ വീഡിയോ അവസാനം വരെ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.